ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ കോമൺ കിച്ചൺ ടിപ്സ്. ഇന്ന് നമുക്കിവിടെ ഒരു പത്തിരിപ്പൊടി കൊണ്ടിട്ട് ഒരു കൊഴക്കട്ട തയ്യാറാക്കാം. നല്ല ടേസ്റ്റായിട്ടുള്ള കൊഴക്കട്ടയാണ്. നമുക്ക് കുറച്ച് എത്ര പൊടി എടുക്കുന്ന അതിൻ്റെ ഇരട്ടി, ഒരു കപ്പ് പൊടിക്ക് 1.5 കപ്പ് വെള്ളം. അപ്പം നമുക്ക് ഒരു 5 പേർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ തയ്യാറാക്കുന്നത് കുറച്ച് തേങ്ങ, ഒരു അരമുറി തേങ്ങ, കുറച്ച് ജീരകം, വെളുത്തുള്ളി, 3-4 കഷ്ണം വെളുത്തുള്ളി, ശകലം ഇഞ്ചി, പച്ചമുളക്, ചെറിയ ഉള്ളി, ഒരു 8 കഷ്ണം ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടെ നല്ലപോലെ തേങ്ങയും ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോൾ അതിന് വേണ്ടുന്ന പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഈ അരപ്പും ചേർത്ത് നമ്മൾ നല്ലപോലെ തിളച്ച് വരുമ്പോൾ പത്തിരിപ്പൊടിയും ചേർത്ത് നമുക്ക് നല്ലപോലെ ഇളക്കി വയ്ക്കാം. അത് തണുക്കുമ്പോൾ നമുക്ക് ചെറിയ ബോളായിട്ട് ഉരുട്ടിയിട്ട് ആവി പുഴുങ്ങിയെടുക്കാം. അത് വീണ്ടും കടുക് വറുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയോ മട്ടൻ കറിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ്. തനിയെ കഴിക്കാനും നല്ലതാണ്. ഇത് നല്ല കടുക് നല്ലപോലെ താളിക്കണം. ആ കടുവും ഉപ്പും മുളകും എല്ലാം ചേർന്നും തനിയെയും കഴിക്കാം, അല്ലെങ്കിൽ ചിക്കൻ കറിയുടെ കൂട്ടത്തിലും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. നമുക്കതെങ്ങനെയാണ് ചെയ്ത് നോക്കാം. നമ്മളൊരു 4.5 കപ്പോളം പൊടി എടുത്തിട്ടുണ്ട്. 5 പേർക്കോളം കഴിക്കാം. ഒരു മുറി തേങ്ങ, കുറച്ച് ചെറിയ ഉള്ളി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഒരു 4.5 കപ്പോളം മാവ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ജീരകവും വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും തേങ്ങയും എല്ലാം കൂടെ ചേർത്ത് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുമ്പോൾ നമ്മൾ കുറച്ച് ഉപ്പിട്ട് ഈ തേങ്ങ അരച്ചതും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്നുകൂടെ തിളച്ചതിന് ശേഷം മാവ് ചൂടുവെള്ളത്തിൽ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുക്കാം. ഉപ്പൊക്കെ നമ്മൾ നോക്കണം ഒന്നുകൂടെ പാകമായിട്ടുണ്ടോ എന്ന്. ഇത് നല്ലപോലെ ഇളക്കി നല്ല മയത്തിൽ കുറച്ച് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്ത് നല്ലപോലെ കുഴച്ചെടുത്ത് വയ്ക്കാം. നമ്മൾ ചൂട് മാറുമ്പോൾ നമ്മൾ ചെറിയ ബോളാക്കി നമുക്ക് ഇഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ചിട്ട് നമുക്കിത് ആവിയിൽ പുഴുങ്ങിയെടുക്കാം. ഒരു 10 മിനിറ്റ് ആവിയിൽ പുഴുങ്ങിയാൽ മതിയാവും. ചെറിയ ബോളാക്കി നമുക്കിങ്ങനെ പുഴുങ്ങിയെടുക്കാം. ആവിയിൽ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ 2ആയിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ആദ്യം കുറച്ച് വേവിച്ചെടുത്തതിന് ശേഷം ബാക്കി വീണ്ടും വേവിക്കാം. ഒരുമിച്ച് കൂടുതൽ വെച്ചാൽ ചിലപ്പം നമുക്കത് എല്ലാം വെന്ത് കിട്ടിയെന്ന് വരില്ല. പക്ഷേ ഇത് ചൂടുവെള്ളത്തിൽ കുഴച്ചുകൊണ്ട് അധികം വേവാനൊന്നുമില്ല. ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വേവിച്ചാൽ മതിയാവും. എല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി കടുക് താളിക്കാം. കറിവേപ്പിലയും കുറച്ച് കടുക്, മുളക് ഇതെല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. കുറച്ചേറെ മുളക് ഇട്ടാലും നല്ലതാണ്. കുറച്ച് നല്ലപോലെ മൂത്തും വരണം. കടുവും നല്ലപോലെ മൂത്ത് വരണം. എന്ന് വെച്ചാൽ ഇത് നോൺ വെജ് കഴിക്കാത്തവർക്ക് ഈ കടുവും മുളകും കൂടെ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. ഈ മുളകിനൊക്കെ നല്ല ടേസ്റ്റായിരിക്കും. ഈ കടുവും കൂടെ ചേർന്ന് കിടക്കുന്ന നല്ല പെരണ്ടിരിക്കുന്ന കുഴക്കട്ട കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നോൺ വെജ് കഴിക്കാത്തവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് നമ്മളിതിനകത്ത് ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം. നല്ലപോലെ മൂത്ത് വരുമ്പോൾ കടുവെല്ലാം നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. മുളകും കടുവൊക്കെ കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നമുക്ക് കുഴക്കട്ട വെന്ത് വന്നിട്ടുണ്ട്. അതും കൂടെ ചേർത്തെടുക്കാം. നല്ല ഉടയാതെ ഒന്നൊന്നായിട്ട് നല്ലപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണ് കുഴക്കട്ട. നമുക്ക് വീണ്ടും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമ്മൾ നോൺ വെജ് കഴിക്കാത്തവർക്ക് ഈ കടുവും മുളകും ഒക്കെ ചേർത്ത് കഴിക്കാൻ അതങ്ങനെ കഴിച്ചു നോക്കണം. അത് ഭയങ്കര ടേസ്റ്റാണ്. നോൺ വെജ് കഴിക്കുന്നവർക്ക് അങ്ങനെയും കഴിക്കാം. നമ്മുടെ കുഴക്കട്ട ഇവിടെ പാകമായിട്ടുണ്ട്. നമുക്ക് കുഴക്കട്ടയും ചിക്കൻ കറിയും കൂട്ടി കഴിക്കാം. നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾക്ക്